പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം 5 മണിയോടെ ഡൽഹിയിലെത്തിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുൽവാമയിലെത്തി സൈനികരുടെ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനിടെ പാക് സ്ഥാനപതി സൊഹൈൽ മുഹമ്മദിനെ ഇന്ത്യ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി അജയ് ബിസാരിയെ ഇന്ത്യ ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉണ്ണി, എപ്പോഴാണ് സൈനികരുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിക്കുക? വിവരങ്ങൾ. 5 മണിയോടുകൂടി പുൽവാമയിൽ ഇന്നലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. 37 പേരുടെ മൃതദേഹങ്ങളാണ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ജവാന്റെ മൃതദേഹം കൂടിയുണ്ട്. ആ മൃതദേഹങ്ങളെല്ലാം കശ്മീരിൽ നിന്നും നേരിട്ട് ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലാണ് എത്തിക്കുക, ടെക്നിക്കൽ എയർപോർട്ടിൽ. അവിടെ നിന്നുമായിരിക്കും ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോരുത്തരുടെയും സംസ്ഥാനങ്ങളിലേക്ക് അയക്കുക. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് കശ്മീരിൽ നിന്നും ഈ മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിക്കുക. ഇപ്പോൾ ജമ്മുകശ്മീരിലെത്തിയ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അധികം തന്നെ ജവാന്മാരുടെ മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ട് വാഹനത്തിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അധികം ഈ അവിടുത്തെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുമായി അടക്കം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് സ്ഥിതിഗതികൾ സംബന്ധിച്ച്. ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം കശ്മീരിലേക്ക് പോയിരുന്നത്. ഏതായാലും ജവാന്മാരുടെ മൃതദേഹം കയറ്റി അയച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചെത്തുക. പാലം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ജവാന്മാരുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഓരോ സംസ്ഥാനങ്ങളുടെയും ഡൽഹിയിലുള്ള പ്രതിനിധികളടക്കം ഈ പാലത്ത് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. രാവിലത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് മേൽ നയതന്ത്ര തലത്തിൽ വലിയ സമ്മർദ്ദമാണ് ഇന്ത്യ ചെലുത്തുന്നത്. ഇന്ത്യയിലെ പാക് സ്ഥാനപതിയെ നേരിട്ട് വിളിപ്പിച്ച് വിദേശകാര്യ സെക്രട്ടറി പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, ജെയ്ഷെ മുഹമ്മദിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന തരത്തിലുള്ള കർശന നടപടി സ്വീകരിക്കണം. മറ്റൊന്ന്, പാക് മണ്ണിൽ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നടപടി വേണം എന്നുള്ളതാണ്. ഈ 2 കാര്യത്തിലും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാക് സ്ഥാനപതിക്ക് ഇന്ത്യ. പാകിസ്ഥാൻ ഇനി എന്ത് നടപടിയെടുക്കുമെന്നാണ് അറിയാനുള്ളത്. ഇന്നലെ തന്നെ പാകിസ്ഥാൻ നിഷേധാത്മകമായ ഒരു പ്രസ്താവനയാണ് ഇറക്കിയിരുന്നത്. പാകിസ്ഥാന്റെ ആ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ സ്ഥാനപതിയെ ഇന്ത്യ ചർച്ചകൾക്കായി തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഒരു നടപടിയല്ല, നിലവിൽ ചർച്ച ചെയ്തുകൊണ്ട് സാഹചര്യത്തിൽ എന്ത് ഇടപെടൽ വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ നയതന്ത്ര തലത്തിൽ മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളും ഇന്ത്യ സ്വീകരിക്കുകയാണ്. എന്നാൽ ചൈനയാകട്ടെ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. ശരി ഉണ്ണി, പുൽവാമയിൽ കൊല്ലപ്പെട്ട ജവാന്മാരുടെ മൃതദേഹം 5 മണിക്ക് മുൻപ് ഡൽഹിയിലെത്തിക്കും. എം ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.